ശരിക്കും രേണു ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണോ? ഇനിയിപ്പോൾ എന്തുണ്ടായാലും ഇങ്ങനെ മുന്നോട്ട് പോവുക, സന്തോഷമായിട്ട് പോവുക. എനിക്ക് ചുറ്റും നല്ല ആളുകളുണ്ട്, അവർ പോസിറ്റീവ് എനർജി എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇപ്പം അസുഖത്തിൻ്റെ തന്നെയല്ല, നമ്മൾ എപ്പോഴും നല്ല മനസ്സോടുകൂടി ഇരിക്കുക, നന്നായിട്ട് മുന്നോട്ട് പോകുക. അതാണ് എന്നെ ഇപ്പം ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്ന ശക്തി. സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പം ഇതിനും മുന്നമേ ക്യാൻസറെക്കാളും വലിയ വിഷമായിട്ടുള്ള ജന്തുക്കളുടെ നെഗറ്റീവ് ഓളുകളുടെ വായിന്ന് കേട്ടവളാണ് ഞാൻ. ഇതിലും വലിയതല്ല ക്യാൻസർ, ഇതിലും വലിയതല്ല ക്യാൻസർ. അതൊരു രോഗമാണ്. അത് ആർക്കും എപ്പം വേണേലും വരാം. ആർക്കും വരുത്തരുതേ. എനിക്ക് വന്നാൽ തന്നെ ദൈവമേ ഇത് ആർക്കും വരുത്തരുതേ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയാണ്. ദൈവം തരുവാണെങ്കിൽ ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കുന്നു. കാരണം ഇതിലും ഇവരിന്റെ വായിൽ നിന്ന് ഇനി കേൾക്കാൻ നമ്മൾ മടുത്ത്. ഇനിയെങ്കിലും ഇനിയിപ്പം ക്യാൻസർ ആണെന്ന് അറിഞ്ഞാലെങ്കിലും ഇവരും ഉണ്ടായിരിക്കും. ഇനിയും വിറ്റ് കാശാക്കേണ്ട കാര്യം. ഇതാരാ ഇത് പുറത്തു വിട്ടതാരാന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. എന്നെ വിടാതെ 1.5 വർഷമായിട്ട് എന്നെ വിറ്റ് ക്യാഷ് ഉണ്ടാക്കുന്നത്, എന്നെ എൻ്റെ ഫാമിലിയെ വലിച്ച് പിച്ച് ചീന്തി സൈബർ ബുള്ളിങ് ഏറ്റവും കൂടുതൽ വാങ്ങിത്തരുന്ന കുറച്ച് യൂട്യൂബേഴ്സാണ് ഇത് പുറത്തു വിട്ടത്. ഇതിനൊന്നും അടിസ്ഥാനരഹിതം. ഈ ലാസ്റ്റ് ഞാൻ കേട്ടത് ഏറ്റവും എനിക്ക് ജീവിതത്തെ അംഗീകരിക്കാൻ പറ്റാത്തതാണ് മനുഷ്യക്കടത്തിനത്. ഞാൻ ആ പറയുന്നവരുടെ മോന്തക്കുറ്റി നോക്കി അടിക്കാനല്ലേ തോന്നുന്നത്. അടുത്തത് എൻ്റെ കുഞ്ഞിൻ്റെ അപ്പം വേറെയാണ്. ഇതിലും വലുത് എന്താ എനിക്കറിയാം. ഇതിലും ഭേദമാണ് ക്യാൻസർ വന്ന. ഇത്രയും വലിയൊരു അസുഖം വന്നാലും വന്നില്ലേ, അതിങ്ങനെ പുറത്തു വിടണമെങ്കിൽ അവരുടെ ഒരു അതിനെ വിറ്റ് കാശാക്കുന്ന ഈ സ്ത്രീയോട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറെ അവന്മാരോട് എന്താണ് നമ്മൾ പറയേണ്ടത്? എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞാൻ പറയും. അതെ, ഇവര് പറഞ്ഞിട്ടല്ല എൻ്റെ ഒരു കാര്യം അറിയേണ്ടത്. എന്തുവാകട്ടെ. ഈ വൃത്തികെട്ട സ്ത്രീ തന്നെ ഇവരെ ചുറ്റിപ്പറ്റിയുള്ള കാര്യം ഇതിന് മുന്നേ ഞാൻ ഒരുപാട് മെഡിക്കൽ അലിഗേഷൻസ് ആയിട്ട് ഇവർ പുറത്ത് വന്നിട്ടുണ്ട്. അബോർഷന്റെ കേസ് കേട്ട് വരെ വന്നു. പറഞ്ഞിട്ട് വെറുതെ പറയുമല്ല, മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടല്ലേ ഈ കിടന്ന് പണയുന്നത്. അങ്ങനെ തന്നെ പറയും, പണയുന്നത് കാശിനല്ലേ. ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീയൊക്കെ, അവരുടെ പേര് പോലും പറയാൻ എനിക്ക് താല്പര്യം. ഈ സ്ത്രീയൊക്കെ 10-68 ലക്ഷം രൂപ എങ്ങാണ്ട് ഒപ്പിച്ചിട്ടുണ്ട് എൻ്റെ കാര്യം തന്നെ. ഒരുത്തൻ്റെ ഒരു വ്ലോഗ് നോക്കിയാൽ അവൻ എന്നെ കുറിച്ച് മാത്രമേ ഉള്ളൂ, 2-3 വേറെ ആരാനെ പറ്റി പറയുന്നു. ഈ രേണുസുതി എന്ന് പറഞ്ഞ് റീച്ച് ആയതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഇനിയിപ്പം ഞാനൊരു ഇയാൾ ഈ ഭൂമിയിൽ ഉള്ളതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ. എനിക്ക് എന്തെങ്കിലും വന്ന് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ഇവരെ എവിടെ കൊണ്ട് കണ്ടിട്ടുണ്ടാകും?